അമ്മ ഏട്ടത്തി പേടിക്കണ്ട, കരയും വേണ്ട, പ്രാർത്ഥിച്ചാ മതി. നോക്ക്, എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും കുഞ്ഞിനെ ഞാൻ മടക്കി കൊണ്ടുവരും, ഉറപ്പ്. സാവിത്രി, അതെ, അതിനുള്ള ചങ്കുറപ്പ് എനിക്കുണ്ട് ഏട്ടത്തി. നിങ്ങൾ സമാധാനമായിട്ടിരുന്നാ മതി. അമ്മേ, തുറക്കാൻ പറ. തുറക്കണ പെട്ടി, കുഞ്ഞിനെ പുറത്തെടുക്കാൻ. തുറക്കാനല്ലേ പറഞ്ഞത്? തുറക്കാം സാറേ, തുറക്കാം. സച്ചേട്ടാ, കുട്ടികൾ എവിടെയാ? പറയടാ, കുഞ്ഞുങ്ങൾ എവിടെ? കുഞ്ഞുങ്ങളെ കിട്ടില്ല നിന്നെ കൊല്ലും. പറയടാ. പറയാം, ഞാൻ പറയാം. കാണണോ? കുട്ടികളെ കാണണോ നിങ്ങക്ക്? ദേ നോക്ക്. സംഭവം അസലായിട്ടുണ്ട്. എന്തായാലും വേഗം തന്നെ അർച്ചനയുടെ കുഞ്ഞിനെ തീർത്തേക്കാൻ പറ. എന്നിട്ട് പണമായിട്ട് രക്ഷപ്പെടാൻ നോക്ക്. കാണാതായ കുഞ്ഞിനെ കണ്ടെത്താൻ കോടതി പോലീസിനെയാണ് നിയോഗിച്ചത്. അതിനു പകരം മാഡം തന്നെ അതിന് തുനിഞ്ഞിറങ്ങിയ നിങ്ങൾ പാവ പോലീസുകാരുടെ പണിയില്ലാതാകും. ഈ മാഡത്തോടു കൂടിയാ പറഞ്ഞത്. കോടതിയിൽ എന്നെ വിയർപ്പിക്കുന്ന വീമ്പടിച്ചതല്ലേ മാഡം? ദേ, ഇതുവരെ എവിടെയും വിയർത്തിട്ടില്ല. നീറ്റ് ആൻഡ് ഫ്രഷ്. വൺ മാൻ ഷോയുടെ കാര്യമൊന്നുമില്ല സഹീറ. ഒരു ക്രൈം തടയാൻ ശ്രമിച്ചതിന് ഈ പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് നിങ്ങൾ തുനിയുന്നതെങ്കിൽ അതിനെ കോടതിയിൽ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഹേയ്, അങ്ങനെ ഒരു ക്രൂരകൃത്യമൊന്നും ഞാൻ ചെയ്യില്ല. എന്തിലും പോലീസിന്റെ കൂടെ സഹായം വേണമെന്ന് നമ്മുടെ നായികമാരെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ.
ഓരോരുത്തരും നിയമം കയ്യിലെടുക്കുന്നതിന്റെ ഫലമാ നമ്മുടെ നാടിപ്പോ ചോരയിൽ മുങ്ങുന്നത്. എനിവേ, ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു കാർത്തിക്. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. ഇവൻ ആരാന്നറിയോ? എന്റെ കൊളീക്കിന് ഇന്റർപോൾ വരെ തേടുന്ന നോട്ടോറിയസ് ചൈൽഡ് ട്രാഫിക്കർ. മുംബൈ തെരുവുകളിൽ കച്ചവടം നടത്തുമ്പോ ഇവൻ വിക്രം ഭായ്. അറബിക് രാജ്യങ്ങളുമായിട്ടാണ് ഡീലെങ്കിൽ ഹിസ് ഹൈനസ് അലി ഹുസൈൻ. ജർമ്മനി ഇംഗ്ലണ്ടുമായൊക്കെ ഇടപാട് നടത്തുമ്പോ സെയിന്റിന്റെ പേരാണ് പീറ്റർ. കൊല്ലാനും വളർത്താനുമെല്ലാം ഇവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ കിട്ടും. നരബലിക്കോ കുട്ടികളെ പുറത്ത് കെട്ടിവെച്ചുള്ള ഒട്ടക പന്തയത്തിനോ എന്തിനും. ഇപ്പോ നിങ്ങളുടെ കുട്ടികൾ മാത്രമല്ല ഇവന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവൻ വലയിലാക്കാമായിരുന്ന ഒരുപാട് കുട്ടികൾ കൂടിയാണ്. പിന്നെ നമ്മുടെ രാജ്യത്തും പുറത്തുമൊക്കെയായി ഒരുപാട് ചൈൽഡ് മിസ്സിംഗ് കേസുകൾക്ക് തുമ്മുണ്ടാകും. ബട്ട് നിങ്ങളുടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് വില പേശണമെങ്കിൽ അതിനു പിന്നിൽ ഇവൻ മാത്രമല്ല